ഇന്ത്യയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ. എഥനോൾ ഫ്യൂവൽ ആണ് ഇപ്പോൾ വളരെയധികം ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ വിഷയങ്ങൾ, അതായത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതെങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നു, ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഇത് ഇന്ത്യയിൽ ഉള്ള ജനങ്ങൾക്ക് ഇതുകൊണ്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടികൾ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ, ഇവയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. ആദ്യമായിട്ട് എന്നാണ് ഇന്ത്യ ഇത് ഒരു മാൻഡേറ്ററി ആക്കിയത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ എന്നാണ് ഈ എഥനോൾ കലർന്ന പെട്രോൾ വിൽക്കാം, അത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലത്തെ വെഹിക്കിൾസ് യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനമെടുത്തത് എന്ന് നോക്കാം. ഇന്ത്യയാണോ ആദ്യത്തെ കൺട്രി ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ബ്രസീൽ യൂസ് ചെയ്യുന്നുണ്ട്, US, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ എഥനോൾ കലർന്ന പെട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എപ്പോഴാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വരുന്നതെന്ന് വെച്ചാൽ April 1, 2023 ആദ്യമായിട്ടൊരു നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ഇനി മുതൽ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വിൽക്കുന്ന വണ്ടികൾ E20 കംപ്ലയൻ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമായിരിക്കണം ഇനി വിൽക്കുന്നതും അതുപോലെ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നതും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 2023 മുതൽ ഉള്ള വണ്ടികളെല്ലാം തന്നെ ഇത്തരത്തിൽ E20 കംപ്ലയൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ആയിരുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള വണ്ടികൾ ഉപയോഗിക്കുന്ന മനുഷ്യർക്കാണ് ഈ കഷ്ടപ്പാടെല്ലാം വരുന്നത്. അതായത് അതിനു മുമ്പുള്ള എന്ന് പറയുന്നത് പെട്രോളിൽ ഓടാൻ തരത്തിലുള്ള വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിച്ചാൽ ഈ 2023 മുൻപ് വന്ന വണ്ടികൾക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഈ രണ്ടാമത്തെ മാർഗനിർദ്ദേശം വരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. അതെന്നാണ് ഉണ്ടായതെന്ന് വെറും കഴിഞ്ഞ 2-3-4 മാസങ്ങൾക്ക് മുമ്പാണ്. April 1, 2026 ഈ വർഷമാണ് വരുന്നത്. ആ ഒരു മാനദണ്ഡം അനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ നെറ്റ്വർക്ക്സ്, അതായത് ഫ്യൂവൽ നെറ്റ്വർക്ക്, അതായത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം E20 പെട്രോള് കൊടുക്കാൻ, ഈ ഉപഭോക്താക്കൾക്ക് കൊടുക്കണം. അതായത് അത് മാൻഡേറ്ററി ആക്കി. അതായത് E20 എഥനോൾ കലർന്ന പെട്രോള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന തരത്തിലുള്ള ഒരു നിയമം, ഒരു മാർഗനിർദ്ദേശം വരുന്നു. അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിവാദങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാം, അതിനുശേഷം നമുക്ക് നെഗറ്റീവായി സൈഡിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇന്ത്യ എന്തിനാണ് ഈ E20 പെട്രോള് ഉപയോഗിക്കാം എന്ന് വെച്ച് ഇത്തരത്തിലുള്ള സ്വിച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പെട്രോളിന് വേണ്ടി മറ്റു രാജ്യങ്ങളെയാണ്, ഫോറിൻ നേഷൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ ഒരുപാട് പൈസ ഇന്ത്യ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഈ ഇന്ധനം വാങ്ങിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ ഒരു ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒന്നാമതായിട്ട് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വായു മലിനീകരണം അത് വളരെ മോശം അവസ്ഥയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള മലിനീകരണം കുറയ്ക്കാൻ, കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ആണ്, അതായത് എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതായത് ക്ലീൻ എനർജി ആണ് ഈ എഥനോൾ കലർന്ന പെട്രോൾ. ഇത്തരത്തിലുള്ള കാർബൺ എമിഷൻസ് വളരെയധികം കുറയും. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഫാമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഇന്ത്യൻ സർക്കാർ പറയുന്നത്. അതായത് അവർക്ക് ഈ ഫോറിൻ ഓയിൽ കമ്പനീസിന് ഈ പൈസ കൊടുക്കുന്നതിന് പകരം ഇന്ത്യയിലുള്ള കർഷകർക്ക്, അതായത് എഥനോൾ മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ കെയിൻ ജ്യൂസ്, അതായത് കരിമ്പിൻ ജ്യൂസും പിന്നെ ചോളം, മറ്റു ധാന്യങ്ങൾ, ഇവ ഉപയോഗശൂന്യമായ ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ എഥനോൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കർഷകർക്ക് സഹായമാകും എന്നുള്ളതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, അതായത് പോസിറ്റീവ് സൈഡായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുപോലെ ഈ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉള്ള ശ്രമങ്ങളും ഈ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇത്തരത്തിൽ പെട്ടെന്ന്
ഈ ഒരു മാറ്റം, അതായത് 2026 പെട്ടെന്ന് ഇനി മുതൽ എല്ലായിടത്തും E20 പെട്രോളാണ്, നിങ്ങളെല്ലാവരും E20 പെട്രോൾ യൂസ് ചെയ്തേ പറ്റൂ എന്ന തരത്തിൽ വന്നപ്പോൾ ഈ പെട്ടെന്നുള്ള ഈ സഡൻ ചേഞ്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പബ്ലിക്കിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മൈലേജ് ഡ്രോപ്പാണ്. അതായത് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പറയുന്നത് 3% മുതൽ 10% വരെ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അത് പ്രൂവൺ ആണ്. അതായത് പ്യുവർ പെട്രോൾ ഉപയോഗിച്ചാലാണ് നല്ല മൈലേജ് കിട്ടുന്നത്. എഥനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൈലേജ് കിട്ടില്ല എന്നുള്ളത് പ്രൂവനായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു തെറ്റായ അലിഗേഷനൊന്നുമല്ല, ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് കമ്പാറ്റബിലിറ്റി കൺസേൺസ് എന്ന് പറയുന്നത്. അതായത് ഈ 2023 ഈ ഒരു മാനദണ്ഡം വന്നതിന് പിന്നീട് മാനുഫാക്ചർ ചെയ്ത 2 ടൈപ്പ് വെഹിക്കിൾസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് E20 വെഹിക്കിൾസ്, E20 കംപ്ലയൻറ്റ് വെഹിക്കിൾസ്, അതായത് E20 കംപ്ലയൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ്. രണ്ടാമത് ഫ്ലെക്സിബിൾ ഫ്യൂവൽ വെഹിക്കിൾസ്, FFVs എന്ന് പറയും. ഈ FFVs എന്ന് പറയുന്നത് E20 മുതൽ E100 വരെയുള്ള പെട്രോൾ ഏത് ബ്ലെൻഡും യൂസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾസിനെയാണ് FFV, ഫ്ലെക്സിബിൾ ഫ്യൂവൽ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാനുഫാക്ചർ ചെയ്ത എല്ലാ കമ്പനീസും അവരവരുടേതായ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. മാരുതി സുസുക്കി വാഗണാർ ബയോഫ്ലെക്സ് എന്ന് പറയുന്നത് ഇവർ E20 മുതൽ E100 വരെയുള്ള ഇതൊരു FFV ആണ്. E20 മുതൽ E100 വരെയുള്ള ഏത് റേഞ്ചിലുള്ള ഏത് ബ്ലെൻഡിലുള്ള ഫ്യൂവലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇവർ പറയുന്നത് 79% ഈ കാർബൺ എമിഷനിൽ തന്നെ 79% റിഡക്ഷൻ, കുറവ് വരുത്താൻ ഇവരുടെ ഈ വണ്ടിക്ക് സാധിക്കും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു കാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7.24 lakh rupees, അതായത് 7.24 ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് ഈ കാർ വാങ്ങിക്കാം. പിന്നെ മോട്ടോർ ബൈക്സിൻ്റെ കാര്യത്തിൽ ഹീറോയുടെ തന്നെ 2 വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. ഈ ഫ്ലക്സ് ഫ്യൂവലിന് വേണ്ടി 2 വണ്ടികളുണ്ട്. ടൊയോട്ട ഇന്നോവയുടെ ഹൈക്രോസ് FFV ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് കേപ്പബിൾ ഫോർ അപ് ടു 85 ഫ്യൂവൽ. ഈ 85% ബ്ലെൻഡ് വരെ അലൗ ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇതിൻ്റെ ഈ ഇന്നോവയുടെ ഹൈക്രോസ് എന്ന വണ്ടിയുടെ എൻജിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മറ്റേത് ടാറ്റ വണ്ടി ഇറക്കിയിട്ടുണ്ട്, ഹ്യുണ്ടായി വണ്ടി ഇറക്കിയിട്ടുണ്ട്, മഹീന്ദ്ര, ഇവരൊക്കെ തന്നെ അവരവരുടേതായ FFVs ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിയമം വന്നപ്പോൾ ഈ പുതിയതായിട്ട് പോയി വണ്ടി വാങ്ങിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് സാധിക്കുന്ന കാര്യമാണ്. അതായത് 2023 വരെ മാനുഫാക്ചർ ചെയ്ത് പെട്രോൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന അത്തരം വാഹനങ്ങളിൽ ഈ എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യുവൽ ടാങ്കിന് ഡാമേജ് ഉണ്ടാകും. ഈ ഫ്യുവൽ ടാങ്കിന് ഡാമേജ് ഉണ്ടാകും. അതുമാത്രമല്ല ഈ എൻജിൻ കൺട്രോൾ യൂണിറ്റ് എന്നൊരു സംഭവമുണ്ട്. അതായത് അത് ഈ പെട്രോളിന് വേണ്ടി മാത്രം, പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള എൻജിനാണ്. അപ്പോൾ ഇത് പിന്നെ E20 കംപ്ലൈൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഒരു നാശം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു E20 കംപ്ലയൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം ഈ പുതുതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്തരം വണ്ടികളിലെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആവശ്യമായ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുണ്ട്. ഈ FFVസിലൊക്കെ സെൻസറുണ്ട്, എത്ര എഥനോളാണ് ഈ കലർത്തിയിട്ടുള്ളത് എന്ന് സെൻസ് ചെയ്ത് അതിനനുസരിച്ച് ഈ എൻജിൻ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തിക്കത്തക്ക തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്യൂവൽ ടാങ്കിൻ്റെ അകത്തുള്ള യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം E20 കംപ്ലയൻ്റ്, ഈ എഥനോൾ കംപ്ലയൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഡിസൈൻ ചെയ്ത വാഹനങ്ങൾ പെട്ടെന്ന് പോയി വാങ്ങിക്കണം എന്ന് പറയുന്നത് ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് 2023 മുൻപ് വാഹനങ്ങൾ വാങ്ങിച്ച ഭൂരിപക്ഷം ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ കഷ്ടത്തിലായിരിക്കുകയാണ്. പിന്നെ മൈലേജ് ഡ്രോപ്പ് എന്നുള്ളതും അതും പ്രൂവനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ കർഷകർക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനം കിട്ടുന്നതെന്ന് നമുക്ക്, അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 രീതിയിലാണ് മാനുഫാക്ചർ, 2 പ്രോസസ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഷുഗർ കെയിൻ ജ്യൂസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ചെയ്യുന്നത് അതിനെ സിമ്പിൾ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ അത് ഫെർമെൻറ്റ് ചെയ്ത്
ഈസ്റ്റ് ഉപയോഗിച്ച് ഫെർമെൻറ്റ് ചെയ്യും. അതിൽ ഏകദേശം 10-12% എഥനോളേ ഉള്ളൂ. അപ്പോൾ മറ്റേ ഗ്രെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ ആദ്യം കുഴമ്പ് രൂപത്തിൽ ഒരു സ്ലറി ഫോമിലാക്കുന്നു. അതിനെ പിന്നീട് ഈ എൻസൈംസ് ഒക്കെ ആഡ് ചെയ്ത് അതിനെ ഇതിനെ സെയിം പ്രോസസ്സ് തന്നെ സിമ്പിൾ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇതിൽ നിന്ന് എഥനോൾ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെയൊക്കെ വളരെ കുറച്ച് പെർസെൻറ്റേജ് ആണ് എഥനോൾ ഈ ഇത്തരത്തിൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലൂടെ കിട്ടുന്നത്. അത് ഈ എഥനോളിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 78 പോയിൻറ്റ് സംതിങ് ആണ് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യും. പിന്നീടാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എഥനോൾ ആദ്യം തന്നെ ഈ വേപ്പറൈസ്ഡ് ആയിട്ട് മുകളിലെത്തിയും അത് ഈ ഒരു ഡിസ്റ്റിലേഷൻ വഴി ഇതിനെ വേർതിരിച്ച് എടുക്കും, എഥനോളിനെ വേർതിരിച്ചെടുക്കും. അപ്പോൾ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് വേസ്റ്റായിട്ട് വരുന്നത് ഈ ഒരു ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന അത്തരം കമ്പനീസിന് ഈ ഒരു കാർബൺ ഡയോക്സൈഡ്, അതായത് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിന് ഇത് വിൽക്കുന്നത്, അതായത് പെപ്സി, കൊക്കക്കോള അതുപോലെയുള്ള കാർബണേറ്റഡ് ബെവറേജസ് ഉണ്ടാക്കുന്ന അവർക്ക് ഈ ഒരു കാർബൺ ഡയോക്സൈഡ് അവർക്ക് കൊടുക്കുന്നു. അതുപോലെ വേസ്റ്റ് വാട്ടർ ഉള്ളത് ഈ പ്ലാന്റിൻ്റെ തന്നെ ഓപ്പറേഷൻസിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നു. മറ്റൊരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ധാന്യങ്ങളിൽ നിന്ന് ഈ കട്ടിയുള്ള സോളിഡ് വേസ്റ്റ് ആണ്. സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് അവരിതിനെ കാലിത്തീറ്റയായിട്ടും കോഴിത്തീറ്റ അതുപോലെ മീനിനെ ഫീഡ് ചെയ്യുന്നത് തീറ്റ, അത്തരത്തിലുള്ള തീറ്റ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇന്ത്യക്ക് ഗുണം ചെയ്യും. ഇന്ത്യയെ ഈ ഫ്യൂവലിൻ്റെ കാര്യത്തിൽ ഇൻഡിപെൻഡൻ്റ് ആകാൻ സഹായിക്കുന്നുണ്ട് എങ്കിലും ഈ പെട്ടെന്നുള്ള ഈ ഒരു സഡൻ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പുതിയ വാഹനം വാങ്ങിക്കേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത് അത് സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ദോഷം ചെയ്യുന്ന ഒരു തീരുമാനം ആണ് ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം വളരെ ഗ്രാജുവലി ആണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. കുറച്ച് വർഷങ്ങളെടുത്ത് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ പോകുന്നതിനെ പറ്റി വളരെ മുൻപ് തന്നെ പറയും. വളരെ വർഷങ്ങളെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതിനെ പറ്റി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പ്രധാനമായിട്ടും ഈ മേജറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ക്ലീൻ ആയിട്ടുള്ള അതായത് എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് സാധാരണ നമ്മുടെ ഈ പെട്രോൾ കത്തിക്കഴിയുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുകയും അതിൽ നിന്ന് ഈ കാർബൺ മോണോക്സൈഡ്, കരിയും പുകയൊക്കെ ഉണ്ടാകും. അതായത് കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും. എന്നാൽ ഈ എഥനോൾ കലർന്ന പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഥനോളിൽ ഓക്സിജൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് കമ്പസ്റ്റൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡും പിന്നെ ഈ ഹീറ്റ് എനർജിയും മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരു ക്ലീനായിട്ടുള്ള അതായത് ഒരു കാർബൺ എമിഷൻ ഇത് ഇല്ലാതാക്കുന്നു, ഓൾമോസ്റ്റ് കുറയ്ക്കുന്നു. അതുപോലെ ഇത് നമ്മുടെ എൻവയോൺമെൻറ്റിന് നല്ലതാണ് ഈ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നത് കാരണമാണ് ഇതിനെതിരായിട്ട് നമ്മളുടെ ആൾക്കാർ പ്രതിഷേധിക്കുന്നത്. അതുപോലെ മറ്റൊരു അലിഗേഷൻ എന്ന് പറയുന്നത്, അതായത് യുഎസിനെ യുഎസിൽ നിന്ന് ചോളം യുഎസിൽ നിന്ന് വളരെയധികം പ്രഷറുണ്ട്. അതായത് യുഎസിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണം, ഇന്ത്യ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന രീതിയിൽ യുഎസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യുഎസിൽ നിന്ന് ചോളം ഇമ്പോർട്ട് ചെയ്യുകയും അതിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത് വളരെയധികം എക്സ്പെൻസീവായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നു. അല്ലാതെ തന്നെ അവർ പറയുന്നത് ഈ ഒരു ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് മറ്റൊരു ആരോപണമാണ്. അതായത് ഷുഗർ കെയിൻ ഇൻഡസ്ട്രീസ്, അതായത് അത്തരം ഈ കമ്പനീസിനെ, അതായത് ഈ എഥനോൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിന് ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എഥനോൾ ബ്ലെൻഡായിട്ടുള്ള എഥനോൾ അടങ്ങിയ പെട്രോൾ വിൽക്കുന്നത് എന്ന് പറയുന്നു. അതായത് പറയുന്നത് പുറത്തുനിന്ന് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച് പെട്രോൾ റിഫൈൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ഈ എഥനോൾ ഉണ്ടാക്കുന്നതിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും ഒക്കെ ആകുന്നുണ്ട് എന്നും, അതായത് ഈ ഒരു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പെട്രോളിൻ്റെ വില
$100 to $120 ആണെങ്കിൽ മാത്രമാണ് ഈ എഥനോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതിലെ വാസ്തവം അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇത് പിന്നെ ലേറ്റസ്റ്റ് 2023 മുൻപുള്ള വാഹനങ്ങൾ E20 കംപ്ലയൻ്റ് അല്ല. രണ്ടാമത്തെ റീസൺ ആളുകൾ ഇത് പറയുന്നത് ഇത് സെയിം പ്രൈസിലാണ് വിൽക്കുന്നത്. അതായത് നേരത്തെ പെട്രോൾ ഏത് വിലയിലാണോ വിറ്റിരുന്നത് അത് സെയിം പ്രൈസിൽ തന്നെയാണ് ഈ എഥനോൾ അടങ്ങിയ പെട്രോളും വിൽക്കുന്നത്. എന്നാൽ അത്രയും മൈലേജും കിട്ടുന്നില്ല, മൈലേജും കുറവാണ്. അതാണ് രണ്ടാമത്തെ റീസണായിട്ട് പറയുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇത് ഇന്ത്യക്ക് അത്ര ലാഭകരമല്ല എന്നാണ് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ഇത് US നിന്നുള്ള ഇന്ത്യയുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് എഥനോൾ നിർമ്മിക്കാതെ US നിന്നുള്ള ചോളം ഉപയോഗിച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ ഉള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഏതായാലും പെട്ടെന്നുള്ള അബ്രപ്റ്റ് ചേഞ്ച്, അതായത് പെട്ടെന്നുള്ള ഈ ഒരു ചേഞ്ച് തീർച്ചയായും ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ്.